പത്തരമാറ്റിൽ ഉടൻ വരുവാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിന്റെ റിവ്യൂ ആണ് തുടർന്ന് നിങ്ങൾ കേൾക്കുന്നത്. നയനയുടെ പിറന്നാൾ ദിനത്തിൽ 50 ലക്ഷം രൂപയുടെ കാറ് ദേവയാനി നയനയ്ക്ക് സമ്മാനമായി നൽകിയത് ജലജയെയും ജാനകിയെയും അനാമികയെയും അഭിയെയും ഒക്കെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഏതൊക്കെ വഴികളിൽ കൂടി നയനയെയും നവ്യയെയും തകർക്കുവാൻ കഴിയും എന്നുള്ള ചിന്തകളുമായി ഈ 4 ആൾക്കാരും അനന്തപുരിയിൽ പലതരത്തിലുള്ള റിസർച്ചുകൾ നടത്തുമ്പോഴും അതൊക്കെ അപ്രതീക്ഷിതമായി പൊളിയുകയും ആരും പ്രതീക്ഷിക്കാത്ത നിലയിൽ അംഗീകാരവും മാന്യതയും ഉയർച്ചയും നേടിക്കൊണ്ട് നയനയും നവ്യയും അങ്ങനെ തലയെടുപ്പോടുകൂടി നിൽക്കുകയുമാണ്. ഇനി എന്തു ചെയ്താൽ നയനയെ തകർക്കുവാൻ കഴിയും എന്നുള്ള ചിന്തയിൽ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്ന അനാമിക ഒടുവിൽ എത്തിച്ചേരുന്നത് മൂർത്തീസ് ഗ്രൂപ്പിലെ മെയിൻ ഓഫീസിനുള്ളിൽ നയനയ്ക്കെതിരായി ചില കരുനീക്കങ്ങൾ നടത്തുകയും ആ വഴിയായി നയനയെ മോശക്കാരിയായി ചിത്രീകരിച്ച് ജ്വല്ലറിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. മൂർത്തീസ് ജ്വല്ലറിയുടെ ചീഫ് ഡിസൈനറായി നയന സ്ഥാനമേറ്റ സമയം മുതൽ തന്നെ കമ്പനിയിലുള്ള എല്ലാ ആൾക്കാരും നയനയോട് വളരെ സ്നേഹവും ആദരവോടും കൂടിയാണ് പെരുമാറുന്നത്. മാത്രവുമല്ല, മൂർത്തീസ് ഗ്രൂപ്പുമായി ഓരോ ഇടപാടുകൾ നടത്തുവാൻ വേണ്ടി വരുന്ന ഉന്നതന്മാരായ വ്യക്തികൾക്കും നയനയെ വളരെയധികം ഇഷ്ടമാണ്. എന്നാൽ ജ്വല്ലറിയിൽ നാളുകളായി ജോലി ചെയ്തുകൊണ്ടിരുന്ന മറ്റൊരു ഡിസൈനർ ഉണ്ടായിരുന്നല്ലോ, പവിത്രയ്ക്ക് നയനയുടെ വരവ് അത്ര സുഖിച്ചിട്ടില്ല. നയന മൂർത്തീസ് ഗ്രൂപ്പിന് വേണ്ടി പല ഡിസൈനുകൾ വരച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും ഒരിക്കലും നയനെ അവിടുത്തെ ചീഫ് ഡിസൈനർ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടുമെന്ന് പവിത്ര സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അതിനാൽ തന്നെ തന്നെക്കാൾ ഉയർന്ന ഒരു പോസ്റ്റിലേക്ക് നയനെ അവരോധിക്കപ്പെട്ടപ്പോൾ അല്പമല്ലാത്ത അസൂയ പവിത്രയുടെ മനസ്സിൽ നാമ്പിട്ട് തുടങ്ങി. പക്ഷേ ഒരിക്കലും അത് പുറത്ത് പ്രകടിപ്പിക്കാൻ കഴിയില്ലല്ലോ. കാരണം നയന കമ്പനിയിലെ വെറും ഒരു സ്റ്റാഫ് മാത്രമല്ല, മൂർത്തീസ് ഗ്രൂപ്പിന്റെ MD-യുടെ ഭാര്യയുമാണ്. അതുകൊണ്ട് തന്നെ നോക്കിക്കണ്ട് നിന്നില്ല എങ്കിൽ പണി കിട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഉള്ളിലുള്ള അമർഷമെല്ലാം ഉള്ളിൽ തന്നെ ഒതുക്കി വെച്ചുകൊണ്ട് നയനയോട് ചേർന്ന് താനും മൂർത്തീസ് ഗ്രൂപ്പിന്റെ വിശ്വസ്തയായ സ്റ്റാഫാണ് എന്നുള്ള പ്രതിച്ഛായ നയനയ്ക്ക് മുമ്പിൽ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെ പവിത്ര കാര്യങ്ങളൊക്കെ നീക്കി മുൻപോട്ട് പോവുകയാണ്. എങ്കിലും നയനയുടെ ഒരു വീഴ്ച കാണുവാൻ വേണ്ടി പവിത്ര നാളുകളായി കാത്തുകെട്ടിയിരിക്കുകയാണ്. ഇതിനിടയിൽ പവിത്രയുടെ ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടലും നയനയോട് ഒട്ടി നിന്നുകൊണ്ട് എല്ലാവിധത്തിലും തന്നെ പുകഴ്ത്തിയുള്ള സംസാരങ്ങളും ഒക്കെ കേട്ടപ്പോൾ സത്യത്തിൽ പവിത്രയെ കണ്ണടച്ച് വിശ്വസിക്കുവാൻ നയനയ്ക്കും അത് പ്രേരകമായി തീർന്നു. അതുകൊണ്ട് തന്നെ മിക്കവാറും കാര്യങ്ങളെല്ലാം നയന പവിത്രയുമായി ചർച്ച ചെയ്യുകയും രഹസ്യങ്ങളില്ലാതെ പവിത്രയുമായി എല്ലാ വിഷയങ്ങളും തുറന്ന് സംസാരിക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെ മുൻപോട്ട് പോകുന്ന സമയത്ത് മൂർത്തീസ് ഗ്രൂപ്പിന് US നിന്നും ഒരു എൻക്വയറി വരുന്നുണ്ട്. അതിൻ്റെ കാരണം നയന ചെയ്ത പോപ്പുലറായ ചില ഡിസൈനുകൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ്. തുടർന്ന് നയനയുമായി അവർ നടത്തിയ കോൺഫറൻസിൽ അവരവരുടെ താല്പര്യങ്ങളെക്കുറിച്ചൊക്കെ പങ്കുവെക്കുകയും അത് മനസ്സിലാക്കിയതിനു ശേഷം അവർക്ക് അനുയോജ്യമായ കുറേ ഡിസൈനുകളൊക്കെ നയനെ അവരെ വരച്ച് കാണിക്കുകയും ചെയ്തു. US കമ്പനിയിൽ നിന്നും വലിയൊരു ഓർഡർ വന്നിരിക്കുന്ന വിവരം തുടർന്ന് നയന ആദർശിനോടും ജയനോടും ഒക്കെ സംസാരിക്കുന്നുണ്ട്. തുടർന്ന് ജയൻ ഈ വിഷയം ദേവയാനിയോട് പറയുകയും ദേവയാനി അനന്തപുരിയിൽ എല്ലാവരും ഉള്ള സമയത്ത് ഈ വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ ഇത് കേട്ട നിമിഷം മുതൽ എങ്ങനെയെങ്കിലും ഈ ഓർഡർ മുടക്കുകയും അതിലൂടെ നയനയ്ക്കുണ്ടാകുവാൻ പോകുന്ന നേട്ടങ്ങൾ അതില്ലാതാക്കുകയും ചെയ്യുവാൻ വേണ്ടി അനാമിക മനസ്സിൽ തീരുമാനമെടുക്കുകയാണ്. അതിനുവേണ്ടി അനാമിക കണ്ടെത്തിയ മാർഗം പവിത്രയെ കൂട്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. തുടർന്ന് അടുത്ത ദിവസം തന്നെ അനാമിക ഓഫീസിലേക്ക് പോവുകയും പവിത്രയെ കാണുകയും താൻ പ്ലാൻ ചെയ്തിരിക്കുന്ന തന്ത്രങ്ങളൊക്കെ പവിത്രയോട് പറഞ്ഞു മനസ്സിലാക്കുകയും അങ്ങനെ പവിത്രയ്ക്ക് ഒരു വലിയ ഓഫറൊക്കെ നൽകുകയും ചെയ്യുന്നു. അനാമികയുടെ ഓഫർ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും എങ്ങനെയെങ്കിലും നയനയുടെ വില ഇടിച്ച് താഴ്ത്തി നയനയെ ഓഫീസിൽ നിന്നും പുറത്തു ചാടിക്കണം എന്ന് ആഗ്രഹിച്ചു നടന്ന പവിത്ര അനാമികയുടെ കെണിയിൽ വീഴുകയാണ്. തുടർന്ന് പവിത്ര US കമ്പനിക്ക് വേണ്ടി നൽകുവാൻ നയന വരച്ചു വെച്ച ഡിസൈനുകളൊക്കെ മാറ്റുകയും പകരം മറ്റു ചില ഡിസൈനുകൾ അവർക്ക് മെയിലിൽ അയച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നയന അയച്ചു കൊടുത്ത ഡിസൈനുകളെല്ലാം വിശദമായി പരിശോധിച്ചതിനു ശേഷം അടുത്ത നിമിഷം തന്നെ ഈ ഓർഡറുകളെല്ലാം റിജക്റ്റ് ചെയ്തുകൊണ്ടുള്ള മെയിലാണ് മൂർത്തീസ് ഗ്രൂപ്പിന് ലഭിക്കുന്നത്. കാരണം മൂർത്തീസ് ഗ്രൂപ്പ് അവരോട് പറഞ്ഞ വാക്കിൻ പ്രകാരമുള്ള ഡിസൈനുകളല്ല അയച്ചു കൊടുത്തത്. പകരം യാതൊരു നിലവാരവുമില്ലാത്ത ഡിസൈനുകളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇത് നയന ഡിസൈൻ ചെയ്തതല്ല. ഇതിലൂടെ മൂർത്തീസ് ഗ്രൂപ്പ് അവരോട് വിശ്വാസ വഞ്ചനയാണ് കാട്ടിയിരിക്കുന്നത്. ഇതെല്ലാം വിശദമാക്കിക്കൊണ്ടുള്ള മെയിലാണ് വന്നിരിക്കുന്നത്. കോടികളുടെ ഓർഡർ റിജക്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള മെയിൽ മൂർത്തീസ് ഗ്രൂപ്പിന്റെ MD-ആയ ആദർശിന്റെ ഒഫീഷ്യൽ മെയിലിലേക്ക് അവർ അയച്ചു കൊടുത്തിരിക്കുന്നു. 100% ഉറപ്പായിരുന്ന ഈ ഓർഡർ നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്ത കണ്ടപ്പോഴേക്കും ആദർശ് അമ്പരന്നുപോയി. ഓർഡർ റിജക്റ്റ് ചെയ്യുവാനുള്ള കാരണം മെയിലിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതെ, വിശ്വാസ വഞ്ചന കാട്ടി. മൂർത്തീസ് ഗ്രൂപ്പിന്റെ ഡിസൈനറുമായി സംസാരിച്ചുറപ്പിച്ച ഡിസൈനുകളല്ല അവർക്ക് പിന്നീട് അയച്ചു കൊടുത്തത്. ഏറ്റവും മനോഹരമായ ഡിസൈനുകൾ ആദ്യം കാണിച്ച് ഓർഡർ നേടിയതിനു ശേഷം നിലവാരം കുറഞ്ഞ ഡിസൈനുകൾ ചെയ്തു കൊടുത്ത് തട്ടിപ്പ് നടത്തുവാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ് മൂർത്തീസ് ഗ്രൂപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്ന് പറഞ്ഞിട്ടാണ് അവർ ഈ ഓർഡറുകളെല്ലാം റിജക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം കണ്ട അമ്പരന്ന ആദർശ് ഉടൻ തന്നെ നയനയെ വിളിച്ചിട്ട് ഈ വിവരം അന്വേഷിക്കുന്നുണ്ട്. നയനയുടെ മെയിലിൽ നിന്നാണ് ഈ ഡിസൈനുകളൊക്കെയും പോയിരിക്കുന്നത്. പക്ഷേ നയന പറയുന്നു, ഞാൻ അങ്ങനെ ഒരു ഡിസൈൻ അവർക്ക് അയച്ചു കൊടുത്തിട്ടില്ല.
വീഡിയോ കോൺഫറൻസിങ്ങിൽ ഞാൻ ചെയ്ത ഡിസൈനുകൾ അവരെ കാണിച്ചു കൊടുത്തു. അവർക്കത് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഞാനത് വരച്ചു മെയിൽ ചെയ്യാം എന്ന് അവരോട് പറഞ്ഞിരുന്നു. അവർക്ക് കൊടുക്കുവാൻ വേണ്ടിയുള്ള എല്ലാ ഡിസൈനുകളും ഞാൻ വരച്ചു വെച്ചു. പക്ഷേ ഒന്നും തന്നെ ഞാൻ അയച്ചിട്ടില്ല. അപ്പോൾ ആദർശ് പറയുകയാണ്, നയനെ നീ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരുപക്ഷെ അബദ്ധത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം. അല്ലാതെ നിന്റെ മെയിലിൽ നിന്നും നീ അറിയാതെ ഇങ്ങനെയൊരു ഡിസൈൻ അവർക്ക് എത്തില്ലല്ലോ. നയന പറയുന്നു, ആദർശ് ഏട്ടാ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. പിന്നെ എന്താണ് സംഭവിച്ചത് എന്നെനിക്കറിയില്ല. ഇത് പറഞ്ഞുകൊണ്ട് നയനെ ആദർശിന്റെ മുമ്പിൽ കണ്ണീരോടുകൂടി നിൽക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുകയാണ്, സാരമില്ല, നീ കരയുകയൊന്നും വേണ്ട. ആർക്കാണെങ്കിലും ചില മിസ്റ്റേക്കുകളൊക്കെ സംഭവിക്കാം. ആ രീതിയിൽ മാത്രം ഇതിനെ കരുതിയാൽ മതി. എന്തായാലും നമുക്കിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് കോടികളുടെ ബിസിനസ്സാണ്. പിന്നീട് സംഭവിച്ചത്, മൂർത്തീസ് ഗ്രൂപ്പിന് നൽകുവാനിരുന്ന ഈ ബൾക്ക് ഓർഡറുകളൊക്കെ അവർ മറ്റൊരു ജ്വല്ലറി ഗ്രൂപ്പിന് നൽകുകയും തുടർന്ന് നടന്ന റേറ്റിംഗിൽ ഇത്രയും കാലം 1-ാം സ്ഥാനത്ത് നിന്ന മൂർത്തീസ് ഗ്രൂപ്പ് 2-ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തുകയും ചെയ്തു. നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഇത് വാർത്തയാവുകയും ബിസിനസ് പ്രമുഖരുടെ എല്ലാം കാതുകളിൽ ഇത് എത്തുകയും അനന്തപുരി തറവാടിന് അത് വലിയ ഷോക്കായി മാറുകയും ചെയ്യുകയാണ്. തുടർന്ന് എന്താണ് സംഭവിച്ചതെന്നറിയാതെ മുത്തശ്ശനും മുത്തശ്ശിയും ആദർശും ജയനും അനിയും എല്ലാം ചേർന്ന് മൂർത്തീസ് ഗ്രൂപ്പിന് അപ്രതീക്ഷിതമായിട്ടുണ്ടായ നഷ്ടവും തകർച്ചയും വിലയിരുത്തുകയും അതിനെ ചൊല്ലി പരിതപിക്കുകയും ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് അനാമികയും ജാനകിയും അബിയും ജലജയും വലിയ സന്തോഷത്തിലാണ്. പ്രത്യേകിച്ച് അനാമിക കുഴിച്ച കുഴിയിലൊടുവിൽ നയന വീണു എന്നുള്ള വലിയ സന്തോഷം അനാമിക തന്റെ അച്ഛനെയും അമ്മയും ഒക്കെ വിളിച്ച് പങ്കുവെക്കുന്നുണ്ട്. തുടർന്ന് ജാനകിയുമായി ഈ വിഷയം അനാമിക സംസാരിക്കുകയാണ്. അനാമിക പറയുന്നു, അമ്മേ, അവളെ കമ്പനിയുടെ ചീഫ് ഡിസൈനറാക്കി നിയമിക്കുകയും എല്ലാവരുടെയും മുൻപിൽ വെച്ച് അവളെ പൊക്കി തലയിൽ വെച്ചുകൊണ്ട് നടക്കുകയും ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇത് വലിയ കുഴപ്പത്തിൽ പോയി ചാടുമെന്ന്. അന്നെൻ്റെ വാക്കിന് ആരും ഒരു വിലയും കൽപ്പിച്ചിരുന്നില്ല. ഇപ്പോൾ എന്തായി? ഞാൻ പറഞ്ഞതുപോലെയൊക്കെ സംഭവിച്ചില്ലേ? ഇതിനകത്ത് വലിയ ചതി തന്നെ നടന്നിട്ടുണ്ട്. അമേരിക്കൻ കമ്പനി നൽകാമെന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ പണം വാങ്ങിയിട്ട് അവൾ ആ ഡിസൈനുകളൊക്കെ മറിച്ചു വിറ്റിട്ടുണ്ട്. എല്ലാ കാര്യവും അവളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥിതിക്ക് ഇതേക്കുറിച്ചൊന്നും ആർക്കും ഒരറിവും ഉണ്ടാവില്ലല്ലോ. ഇതൊക്കെ കേട്ടിട്ട് ജാനകി അനാമികയോട് പറയുകയാണ്, എന്തായാലും ഇത് നമുക്ക് മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറഞ്ഞേ പറ്റുകയുള്ളൂ. അവളെ ഇനിയും അങ്ങനെ അങ്ങ് കയറി വിടുവാൻ പറ്റില്ല. തുടർന്ന് മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും അരികിലേക്ക് ജാനകി ചെന്നിട്ട് പറയുകയാണ്, അച്ഛാ, ഞാൻ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. നിങ്ങളൊക്കെ അവൾ വരച്ച ചില പടങ്ങൾ കണ്ടിട്ട് ഒരു ജോലിക്കാരി എന്നതിനപ്പുറത്ത് മൂർത്തീസ് ജ്വല്ലറിയുടെ ഡിസൈനറും ഇവിടുത്തെ സകല കാര്യങ്ങളും തീരുമാനിക്കുന്നവളും ഒക്കെ ആക്കി അവളെ മാറ്റിയതിന്റെ പ്രതിഫലമാണ് ഇപ്പോൾ എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത്. കാലങ്ങളായി 1-ാം സ്ഥാനത്ത് നിന്ന മൂർത്തീസ് ഗ്രൂപ്പ് ഇപ്പോൾ ഇടിഞ്ഞു താഴേക്ക് വീണിരിക്കുകയാണ്. ഇത് വലിയ വാർത്തയായി സമൂഹത്തിൽ ചർച്ചയായി മാറിയിരിക്കുന്നു. ആ കൂട്ടത്തിൽ കോടികളുടെ നഷ്ടവും നമുക്ക് സംഭവിച്ചിരിക്കുകയാണ്. ഞാൻ അന്നേ പറഞ്ഞതാണ് അവൾ നമ്മളെ ചതിക്കുമെന്ന്. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. അവളുടെ ഡിസൈനുകൾക്ക് മാർക്കറ്റ് ഉണ്ട് എന്ന് കണ്ടപ്പോൾ നമുക്ക് കിട്ടിയ ഓർഡറിന്റെ മുകളിൽ അവൾ അവളുടെ ഡിസൈനുകൾ മറിച്ചു വിറ്റിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. മൂർത്തീസ് ഗ്രൂപ്പ് തകർന്നാലും ഇല്ലാതെയായാലും അവൾക്ക് ഒരു കുഴപ്പവുമില്ല. അവളുടെ കീശ നിറയുമല്ലോ. ഇതെല്ലാം കേട്ടിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങനെ മൗനമായിരിക്കുകയാണ്. ജാനകി മടങ്ങിപ്പോയതിനു ശേഷം മുത്തശ്ശിയോട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ഇയാൾക്ക് തോന്നുന്നുണ്ടോ ജാനകി പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന്? അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, നയനമോൾ അങ്ങനെ ഒരു ചതി നമ്മളോട് ഒരിക്കലും കാട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല. ഈ കുടുംബത്തിന്റെ അന്തസ്സിനും അഭിവൃദ്ധിക്കും വേണ്ടി മാത്രമേ നയനമോൾ എന്തും ചെയ്തിട്ടുള്ളൂ. അങ്ങനെയുള്ള മോള് പെട്ടെന്നൊരു ദിവസം നമ്മളെ ചതിക്കും എന്ന് എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ്, വസുന്ധരെ, ഇയാൾ പറയുന്നതെല്ലാം ശരി തന്നെയാണ്. എങ്കിലും നയനമോളുടെ കമ്പ്യൂട്ടറിൽ നിന്നാണ് ഈ മെയിലുകളൊക്കെ പോയിരിക്കുന്നത്. മോൾ അറിയാതെ എങ്ങനെ അത് സംഭവിക്കും എന്നുള്ളതാണ് ആർക്കും മനസ്സിലാകാത്തത്. നയനയുടെ കയ്യിൽ നിന്ന് സംഭവിച്ച വീഴ്ചയാണ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നയന മൂർത്തീസ് ഗ്രൂപ്പിനോട് ചെയ്ത ചതിയാണ് എന്ന് പറയുന്ന ഓരോരുത്തരുടെയും മുഖത്ത് നോക്കിയിട്ട് അങ്ങനെയല്ല എന്ന് പറയുവാൻ നമുക്ക് എങ്ങനെയാണ് കഴിയുക? കാരണം നയനമോളുടെ ഇമെയിൽ ID-യിൽ നിന്ന് തന്നെയാണ് എല്ലാ ഓർഡറുകളും പോയിരിക്കുന്നത്. എന്തായാലും ഇതേക്കുറിച്ച് കാര്യമായൊരു അന്വേഷണം ഉടൻ നടത്തിയേ മതിയാവുകയുള്ളൂ. പണ്ടായിരുന്നുവെങ്കിൽ അബിയെ നമുക്ക് സംശയിക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവനെ ഒരു സ്റ്റാഫ് മാത്രമാക്കി നിർത്തിയിരിക്കുകയാണ്. ഓഫീസിലെ ഒരു കാര്യങ്ങളിലേക്കും അവനെ പ്രവേശിപ്പിക്കാറില്ല. പിന്നെ നമുക്ക് അവനെ എങ്ങനെയാണ് സംശയിക്കാൻ കഴിയുക? ഈ ചർച്ചകൾ അവിടെ നടക്കുമ്പോൾ മറുഭാഗത്ത് നയനയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ജലജയും ജാനകിയും അനാമികയും പരുഷമായ ഭാഷകളിൽ സംസാരിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി മേലിൽ മൂർത്തീസ് ഗ്രൂപ്പിന്റെ ഒരു ചുമതലകളിലും നയന തുടരുവാൻ പാടില്ല. ഇതോടുകൂടി എല്ലാം അവസാനിപ്പിക്കണം. അവൾ ഈ വീട്ടിലെ അടുക്കളപ്പണി മാത്രം ചെയ്ത് ഇവിടെ ഒതുങ്ങിക്കൂടിയാൽ മതി. ഇല്ലായെങ്കിൽ ഇനിയും വലിയ തകർച്ചകളും നഷ്ടങ്ങളും ഒക്കെ ആയിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഈ സംസാരങ്ങളൊക്കെ കേൾക്കുന്ന നയന മാനസികമായി വല്ലാതെ തകരുന്നുണ്ട്. തുടർന്ന് ആദർശിനോട് നയന പോയി സങ്കടത്തോടു കൂടി പറയുകയാണ്, ആദർശേട്ടാ, എന്നെ ആദർശേട്ടനെങ്കിലും ഒന്ന് വിശ്വസിക്കണം. ഞാൻ ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ അവർക്ക് മെയിൽ ചെയ്തിട്ടില്ല. എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് എത്ര ആലോചിച്ചിട്ടും ഒരു വ്യക്തതയും ഉണ്ടാവുന്നില്ല. മൂർത്തീസ് ഗ്രൂപ്പിന്റെ വളർച്ചയും ലാഭവും മാത്രമേ എപ്പോഴും ഞാൻ നോക്കിയിട്ടുള്ളൂ. അതിനെതിരായി ഒരു ചിന്ത പോലും എൻ്റെ മനസ്സിൽ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ആദർശ് പറയുകയാണ്, നയനെ,
നീ ചിലപ്പോൾ ശ്രദ്ധയില്ലാതെ ചെയ്തതായിരിക്കാം. ഒരുപക്ഷെ നിനക്കതിനെക്കുറിച്ച് ഓർമ്മയുണ്ടാവില്ല. എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു. കോടികളുടെ നഷ്ടമാണ് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത്. അതുമാത്രവുമല്ല, ഇത്രയും കാലം നമ്മുടെ ഗ്രൂപ്പായിരുന്നു ഈ മേഖലയിൽ 1-ാം സ്ഥാനം കൈയടക്കി നിന്നത്. അതും കൂടി ഇപ്പോൾ നമുക്ക് കൈമോശം വന്നിരിക്കുന്നു. മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഈ സ്ഥാപനം എൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച അതേ അവസ്ഥയിൽ ഇതിനെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നിലുള്ള വിശ്വാസ്യതയാണ് ഇപ്പോൾ തകർന്നു പോയിരിക്കുന്നത്. പോട്ടെ, സാരമില്ല. ഇനിയിപ്പോൾ കൂടുതൽ അതിനെപ്പറ്റിയൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. എന്തായാലും നമ്മുടെ ഭാഗത്തെ വീഴ്ച നമ്മൾ സമ്മതിച്ചേ പറ്റൂ. ആരെയും പഴിചാരി നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയില്ല. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നയനയ്ക്ക് കൂടുതൽ സങ്കടമാവുകയാണ്. ആദർശിനെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുമെന്നറിയാതെ നയന വല്ലാതെ കുഴയുകയാണ്. പക്ഷേ അനന്തപുരിയിൽ എല്ലാവരും ആദർശ് ഉൾപ്പെടെ നയനയെ അവിശ്വസിക്കുമ്പോഴും ദേവയാനിയുടെ മനസ്സ് പറയുന്നുണ്ട്, ഇല്ല, നയനയ്ക്കൊരിക്കലും തെറ്റുപറ്റിയിട്ടില്ല. ഇതിൻ്റെ പിൻപിൽ എന്തോ ചതിയുണ്ട്. ആരൊക്കെയോ തന്ത്രങ്ങൾ ഇതിൻ്റെ പിൻപിൽ മെനഞ്ഞിട്ടുണ്ട്. അത് കണ്ടെത്തിയേ പറ്റൂ. നയനയുടെ കഴിവിൽ എനിക്ക് യാതൊരു വിശ്വാസക്കുറവുമില്ല. അതുകൊണ്ട് തന്നെയാണ് അവളെ മൂർത്തീസ് ഗ്രൂപ്പിൻ്റെ ചീഫ് ഡിസൈനറാക്കി നിയമിക്കുവാൻ ഞാൻ ആദർശിനോട് പറഞ്ഞത്. അവൾ ഈ കുടുംബത്തിനോ മൂർത്തീസ് ഗ്രൂപ്പിനോ വീഴ്ച വരുന്ന ഒന്നും തന്നെ ചെയ്യില്ല. തുടർന്ന് കാണുന്നത് വല്ലാതെ തളർന്നിരിക്കുന്ന നയനയുടെ അടുക്കിലേക്ക് നവ്യ ചെല്ലുന്നതാണ്. നവ്യയെ കാണുമ്പോഴേക്കും നയന നവ്യയെ കെട്ടിപ്പിടിച്ച്, ചേച്ചി, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ കയ്യിലൊന്നും ഒരബദ്ധവും സംഭവിച്ചിട്ടുമില്ല. ഓരോ കാര്യങ്ങളിലും അതീവ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടുന്നില്ല. ആദർശേട്ടൻ പോലും ഇപ്പോൾ എന്നെ അവിശ്വസിക്കുകയാണ്. എനിക്കറിയില്ല ഇതെങ്ങനെയാ തെളിയിക്കുക എന്ന്. ഉടനെ നവ്യ പറയുകയാണ്, മോളെ, നീ സമാധാനപ്പെട്. നിന്റെ മെയിലിൽ നിന്നാണ് അവർക്ക് ഈ ഓർഡർ പോയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഈ സംസാരമൊക്കെ നടക്കുന്നത്. നീ അറിയാതെ ഒരിക്കലും ഇത് സംഭവിക്കില്ലെന്നാണ് ഇവരൊക്കെ പറയുന്നത്. പക്ഷേ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അത് എൻ്റെ ഭർത്താവിനെയും അനാമികയുമാണ്. അവരെന്തെങ്കിലും ചതി നിനക്കെതിരായിട്ട് ചെയ്തിട്ടുണ്ടാവും. ഇത് കേട്ടിട്ട് നയന പറയുകയാണ്, ചേച്ചി, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അനാമിക ഒരിക്കലും നമ്മുടെ ഓഫീസിലേക്ക് വന്നിട്ടില്ല. പിന്നെ അബി, അവൻ ഓഫീസ് കാര്യങ്ങളിലൊന്നും ഇടപെടുവാൻ കഴിയാത്ത രീതിയിൽ ഒരു സ്റ്റാഫിൻ്റെ മാത്രം സ്ഥാനത്തേക്കല്ലേ നിർത്തിയിരിക്കുന്നത്. പിന്നെ അവർക്ക് എന്തു ചെയ്യുവാൻ കഴിയും? നയനെ, നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല അവർ ചിന്തിക്കുന്നത്. പ്രത്യക്ഷത്തിൽ അവരൊന്നിനും വരാറില്ല. എന്നാൽ അടിയിൽ കൂടി നമ്മളെ മാന്തി താഴെയിടുവാനുള്ള എല്ലാ കുരുട്ടു ബുദ്ധികളും അവരുടെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ സംശയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇത് കേട്ടിട്ട് നയന പറയുകയാണ്, ചേച്ചി, എന്തായാലും ഞാൻ ഇനി ഓഫീസിലേക്ക് പോകുന്നില്ല. ഞാൻ ജോലി റിസൈൻ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. മാത്രവുമല്ല, ഞാൻ ഈ വീട്ടിൽ നിന്ന് കുറച്ച് ദിവസം മാറി നിൽക്കുവാൻ ആഗ്രഹിക്കുക. എനിക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകണം. ഇനിയും ഞാൻ ഈ അവസ്ഥയിൽ ഇവിടെ തുടർന്നാൽ ചിലപ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിച്ചേക്കും. ഈ സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദേവയാനി അവിടേക്ക് വരുന്നുണ്ട്. ദേവയാനിയെ കണ്ടിട്ട് നയനെ പറയുകയാണ്, അമ്മേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ അവരോട് സംസാരിച്ചതും അവരെ കാണിച്ച ഡിസൈനെക്കുറിച്ചുമെല്ലാം. പക്ഷേ എൻ്റെ മെയിലിൽ നിന്നും എങ്ങനെയാണ് മറ്റ് ഡിസൈനുകൾ അവരിലേക്ക് എത്തിയത് എന്ന് എനിക്കറിയില്ല. നയന പറയുന്നതെല്ലാം ദേവയാനിക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിലും നയനയുടെ മുൻപിൽ നിന്നുകൊണ്ട് തന്നെ അംഗീകരിക്കുവാനും ആശ്വസിപ്പിക്കുവാനും നയനയെ താൻ സ്നേഹിക്കുന്നുണ്ട് എന്നുമുള്ള ചിന്ത ഉളവാക്കുവാൻ കഴിയാത്തതുകൊണ്ട് ദേവയാനി വളരെ ഗൗരവത്തോടുകൂടി ഇതെല്ലാം കേട്ടിട്ട് പറയുകയാണ്, നിന്റെ തെറ്റല്ല, എല്ലാം എൻ്റെ തെറ്റാണ്. നിന്റെ പടം വര കണ്ടുകൊണ്ട് മൂർത്തീസ് ഗ്രൂപ്പ് എന്ന ഈ ഒരു വലിയ സ്ഥാപനത്തിൻ്റെ ചീഫ് ഡിസൈനറാക്കി നിന്നെ നിയമിച്ച എന്നെയാണ് തല്ലേണ്ടത്. അതുകൊണ്ട് നീ സങ്കടപ്പെട്ട് കരയുകയൊന്നും വേണ്ട. ഈ കണ്ണുനീരും ഈ സങ്കടവും ഒക്കെ എന്നിൽ നിന്നാണ് വരേണ്ടത്. എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ ഏറ്റെടുക്കുകയാണ്. ദേവയാനിയുടെ നാവിൽ നിന്നും ഇത്തരത്തിലുള്ള വാക്കുകൾ കേട്ടപ്പോഴേക്കും ഹൃദയം തകരുന്ന വേദനയോടുകൂടി മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് നയന തൻ്റെ മുറിക്കകത്തേക്ക് ഓടിപ്പോവുകയാണ്. നയനയുടെ ഈ പോക്ക് കാണുമ്പോൾ ദേവയാനിയുടെ മനസ്സിൽ വലിയ സങ്കടമാകുന്നുണ്ട്. അയ്യോ, എൻ്റെ മോളുടെ ഈ സങ്കടത്തിൻ്റെ മുൻപിൽ അവളെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ പോലും എനിക്ക് കഴിയുന്നില്ലല്ലോ. എത്രമാത്രം തകർന്ന അവസ്ഥയിലാണ് അവളിപ്പോൾ ആയിരിക്കുന്നത്. എൻ്റെ വാക്കുകളും അവളുടെ ഹൃദയത്തെ കീറി മുറിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിൻ്റെ പിൻപിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും. ഇത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ദേവയാനി തൻ്റെ മുറിയിലേക്ക് പോവുകയാണ്. തൊട്ടടുത്ത ദിവസം രാവിലെ ആരോടും പറയാതെ ദേവയാനി ഓഫീസിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ആദ്യം ദേവയാനി പവിത്രയെയാണ് കാണുന്നത്. അപ്പോൾ പവിത്ര പറയുകയാണ്, നയന മാഡം വളരെ നല്ല രീതിയിലാണ് വന്ന സമയം മുതൽ ഇവിടെ ഓരോ ജോലികളും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ആർക്കും മനസ്സിലാകുന്നില്ല. അബദ്ധത്തിൽ മാഡത്തിന് എന്തെങ്കിലും സംഭവിച്ചതായിരിക്കാം. അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ്, നയന ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ തന്നെയാണോ പവിത്രയും ഉപയോഗിക്കുന്നത്? അല്ല മാഡം, ഞാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറും നയന മാഡം ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറും വേറെ വേറെയാണ്. അപ്പോൾ വീണ്ടും ദേവയാനി ചോദിക്കുന്നു, നയന ഉപയോഗിക്കുന്ന ഇമെയിലും അതിൽ വരുന്ന ഓർഡറുകളുമൊക്കെ പവിത്ര കാണാറുണ്ടായിരുന്നോ? അതെ മാഡം, ഞാൻ എല്ലാം കാണാറുണ്ട്. ആ ഇമെയിൽ എൻ്റെ കമ്പ്യൂട്ടറിലും കണക്റ്റഡ് ആണ്. പവിത്രയുടെ വായിലൊന്നും ഈ വാക്കുകൾ കേട്ടപ്പോഴേക്കും ദേവയാനിക്ക് വല്ലാത്ത സംശയമായി. നയനയുടെ ഇമെയിൽ പവിത്രയുടെ കമ്പ്യൂട്ടറിൽ കണക്റ്റഡ് ആണെങ്കിൽ പ്രശ്നം ഒരുപക്ഷെ ഇവിടെ നിന്നാകാം ആരംഭിച്ചത്.
ഈ ചിന്തയോടെ തുടർന്ന് നയനയെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ വളരെ തന്ത്രപരമായി പവിത്രയോട് ദേവയാനി സംസാരിച്ചു തുടങ്ങുകയാണ്. പവിത്ര ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ യാതൊരു മിസ്റ്റേക്കുകളും ഇല്ലായിരുന്നു. പക്ഷേ അവൾ ഇവിടേക്ക് വന്നതിന് ശേഷമാണ് പ്രശ്നങ്ങളൊക്കെ ആരംഭിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് പവിത്ര പറയുകയാണ്, അതെ മാഡം, ഞാനെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ എന്നേക്കാൾ മുകളിലേക്ക് നയന മാഡത്തെ പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കതിൽ അഭിപ്രായം പറയാൻ ഒന്നും കഴിയില്ലല്ലോ, അനുസരിക്കാൻ മാത്രമല്ലേ പറ്റൂ. സാരമില്ല മാഡം, ഇനി മുതൽ മാക്സിമം കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യാൻ നോക്കാം. പവിത്രയുടെ വായിലൊന്നും ഇത്രയും കേട്ടപ്പോൾ തന്നെ ദേവയാനിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുകയാണ്. നയനയുടെ ഈ ജോലിയിലേക്കുള്ള പ്രവേശനം പവിത്രയെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പവിത്ര അറിയാതെ ഇവിടെ ഒരു പ്രശ്നമുണ്ടാകുവാൻ സാധ്യതയില്ല. എല്ലാ കാര്യങ്ങളും പവിത്ര ശ്രദ്ധിക്കുന്നയാളാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നയനയുടെ മെയിലിൽ നിന്നും ഇങ്ങനെയൊരു ഡിസൈൻ അവിടേക്ക് അയച്ചു കൊടുക്കുമ്പോൾ പവിത്ര അത് മനസ്സിലാക്കിയില്ല? ഓർഡർ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് പവിത്രയും ഇത് അറിയുന്നത് എന്ന് പറയുമ്പോൾ എവിടെയോ എന്തോ പ്രശ്നമുണ്ട്. തുടർന്ന് ഓഫീസിലെ CCTV ഫൂട്ടേജുകൾ ദേവയാനി ചെക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. പക്ഷേ ഈ മെയിൽ അയച്ച സമയത്തുള്ള CCTV ദൃശ്യങ്ങൾ ലഭ്യമല്ല. ആ സമയത്ത് അത് ഓഫായിരുന്നു. വീണ്ടും ദേവയാനി ചിന്തിക്കുകയാണ്, ആരായിരിക്കാം ഇങ്ങനെയൊക്കെ ചെയ്തത്? ഒരുപക്ഷെ ഇതിന്റെ പിൻപിൽ അബിയുടെ കൈകളാണോ? ഇതറിയുവാൻ വേണ്ടി ദേവയാനി അതിനു മുൻപും പിൻപുമുള്ള CCTV ഫൂട്ടേജുകൾ പരിശോധിക്കുമ്പോൾ അപ്രതീക്ഷിതമായി താനൊന്ന് ഞെട്ടുകയാണ്. അതെ, അനാമിക ആ ഓഫീസിലേക്ക് പ്രവേശിക്കുകയും പവിത്രയുമായി സംസാരിക്കുകയും ചെയ്യുന്നു. ഇതുകൂടി കണ്ടപ്പോഴേക്കും ദേവയാനി കാര്യങ്ങളെല്ലാം ഉറപ്പിക്കുകയാണ്. ഇതുവരെയും ഈ ഓഫീസിൽ കാലുകുത്തിയിട്ടില്ലാത്ത, ഇവിടെ വരേണ്ട യാതൊരു ആവശ്യവുമില്ലാത്ത അനാമിക എന്തിനാണ് ഈ ദിവസം തന്നെ ഇവിടേക്ക് വന്നത്? അനാമികയും പവിത്രയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് അനാമിക പവിത്രയുമായി സംസാരിക്കുന്നത്? എന്തായിരിക്കും അനാമികയും പവിത്രയും തമ്മിൽ സംസാരിച്ച വിഷയം? തുടർന്ന് അടുത്ത നിമിഷം തന്നെ ദേവയാനി ഈ CCTV ഫൂട്ടേജുകളൊക്കെയും പവിത്രയുടെ മുൻപിൽ നിരത്തിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്. പവിത്രയും അനാമികയും കൂടിയാണ് ഈ സംസാരിക്കുന്നത്. ഈ ഓഫീസുമായി യാതൊരു ബന്ധവുമില്ലാത്ത കുട്ടിയാണ് അനാമിക. അവൾ എന്തിനാണ് ഇവിടേക്ക് വന്നത്? അനാമിക പവിത്രയുമായി എന്താണ് സംസാരിക്കുന്നത്? അപ്രതീക്ഷിതമായി ഈ ചോദ്യത്തിന്റെ മുമ്പിൽ ദേവയാനിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ പവിത്ര വിയർക്കുവാൻ തുടങ്ങി. തുടർന്ന് ദേവയാനിയുടെ ചോദ്യങ്ങൾക്ക് അവ്യക്തവും പരസ്പര വിരുദ്ധവുമായിട്ടുള്ള മറുപടികൾ പലതും നൽകി പവിത്ര കുഴയുകയാണ്. വിദഗ്ധമായ ചോദ്യം ചെയ്യലിനൊടുവിൽ പവിത്ര തന്നെ കാര്യങ്ങളെല്ലാം സമ്മതിക്കുന്നു. അതെ, ഇതൊരു ചതിവായിരുന്നു. ഈ ചതിവിന്റെ പിൻപിൽ അനാമികയായിരുന്നു. ഈ കാപട്യത്തിന് കൂട്ടുനിൽക്കുന്നതിന് പവിത്രയ്ക്കൊരു വലിയ എമൗണ്ട് പ്രതിഫലമായി അനാമിക നൽകുകയും ചെയ്തു. പക്ഷേ കൂടുതൽ ചോദ്യം ചെയ്യലിൽ അനാമിക മാത്രമല്ല, അബിയും ജാനകിയും ജലജയും ഈ ഗൂഢാലോചനയുടെ പങ്കാളികളായിരുന്നു എന്നുള്ള കാര്യം കൂടി പവിത്ര ദേവയാനിയോട് വെളിപ്പെടുത്തുകയാണ്. തുടർന്ന് കാണുവാൻ സാധിക്കുന്നത് അനന്തപുരിയിലേക്ക് മടങ്ങിയെത്തിയ ദേവയാനി ഇതൊരു വലിയ ചർച്ചയാക്കി മാറ്റുകയും അനന്തപുരി തറവാട്ടിൽ വലിയ കോലാഹലങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും ചെയ്യുകയാണ്. നയനയെ അവിശ്വസിച്ച ആദർശ് നയനയോട് മാപ്പ് പറയുകയും മുത്തശ്ശനും മുത്തശ്ശിയും നയനയെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ കാണുന്നുണ്ട്. മാത്രവുമല്ല, മൂർത്തീസ് ജുവല്ലറിയിലെ ഒരു സാധാരണ ജോലിക്കാരൻ എന്ന നിലയിലേക്ക് തരം താഴ്ത്തപ്പെട്ടിരുന്ന അബിയെ എന്നേക്കുമായി ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ട് മുത്തശ്ശൻ ഉത്തരവും പുറപ്പെടുവിച്ചു. മാത്രവുമല്ല, പവിത്രയെ മൂർത്തീസ് ഗ്രൂപ്പിന്റെ ഡിസൈനർ സ്ഥാനത്തു നിന്ന് പുറത്താക്കുകയും നയനയ്ക്കെതിരായി ഇത്രയും ഹീനമായ ക്രൂരകൃത്യം ചെയ്യുവാൻ തയ്യാറായ അനാമികയ്ക്കെതിരെ അനി വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. അനാമികയുടെ കരണത്ത് പല ആവർത്തി അനി ആഞ്ഞടിക്കുന്നുണ്ട്. വരുവാൻ പോകുന്ന എപ്പിസോഡുകൾ ത്രില്ലടിപ്പിക്കുന്നതാണ്. അനാമികയ്ക്കെതിരായി അനന്തപുരി തറവാട്ടിൽ വളരെ ശക്തമായ നടപടികളും തീരുമാനങ്ങളും ഒക്കെ കൈക്കൊള്ളുവാൻ മുത്തശ്ശൻ നിർബന്ധിതനാവുന്നു. ആ എപ്പിസോഡുകളുടെ റിവ്യൂവുമായി വീണ്ടും എത്താം. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും ബൈ.